ഫേമസ് ആയിട്ടുള്ള ഫുഡ് ബ്ലോഗേഴ്സ് അടക്കം കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്ത് ഷവർമ കഴിച്ച് ഫുഡ് പോയിസൺ അടിച്ചത് 40-ലധികം പേർക്കാണ്. ഇത്തരത്തിൽ ഫുഡ് പോയിസണിംഗ് ഒക്കെ അടിക്കുമ്പോൾ നമുക്ക് സ്വീകരിക്കാവുന്ന ലീഗൽ റെമഡീസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഫസ്റ്റ് സ്റ്റെപ്പ്, ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് സെക്ഷൻസ് 274 ആൻഡ് 275 അഡൾട്രേഷൻ ഫുഡിലോ ഡ്രിങ്കിലോ നടത്തുന്നതും ഇത്തരത്തിലുള്ള അഡൾട്രേറ്റഡ് ഫുഡോ ഡ്രിങ്കോ വിൽക്കുന്നതും 5000 രൂപ വരെ പിഴയോ 6 മാസം വരെയുള്ള തടവ് ശിക്ഷ കിട്ടാവുന്നതോ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ഒരുമിച്ച് കിട്ടാവുന്നതോ ആയ ശിക്ഷയാണ്. The second thing you can do is that Food Safety and Standards Authority of Indiaയിൽ നിങ്ങൾക്ക് ഗ്രിവൻസ് രജിസ്റ്റർ ചെയ്യാന്നുള്ളതാണ്. അവരുടെ വെബ് പോർട്ടൽ വഴിയോ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ഇത്തരത്തിൽ നിങ്ങൾക്ക് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം. കംപ്ലൈന്റിനോടൊപ്പം നിങ്ങൾ ഫുഡ് പർച്ചേസ് ചെയ്ത ബിൽ അല്ലെങ്കിൽ ബാച്ച് നമ്പർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്ലസ് നിങ്ങൾ ആ ഫുഡിന്റെ ഫോട്ടോസ് വീഡിയോസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യാൻ ഓപ്ഷൻസും ഉണ്ടാവും. The third thing you can do is that ഏറ്റവും അടുത്തുള്ള ഡിസ്ട്രിക്ട് കൺസ്യൂമർ റിഡ്രസൽ കമ്മീഷനിൽ നിങ്ങൾക്ക് കൺസ്യൂമർ കംപ്ലൈന്റ് കൊടുക്കാമെന്നുള്ളതാണ്. ബിക്കോസ് ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ പൈസ കൊടുത്ത് അവൈൽ ചെയ്യുന്ന ഒരു ഗുഡ്സ് ആൻഡ് സർവീസ്, ഇത് രണ്ടിനകത്തും വരുന്ന കാര്യമായതുകൊണ്ട് തന്നെ ഇതിൽ ഡെഫിഷ്യൻസി ഇല്ലാതെ നോക്കേണ്ടതും ഡിഫക്ട് ഇല്ലാതെ നോക്കേണ്ടതും ഈ ഫുഡ് സെയിൽ ചെയ്യുന്ന ആൾക്കാരാണ്. സോ ഇത്തരത്തിൽ ഫുഡ് പോയിസൺ വരുമ്പോഴത്തേക്ക് ഡെഫിഷ്യൻസിയും ഡിഫക്റ്റും വരികയും ഇത് തീർച്ചയായിട്ടും കൺസ്യൂമർ ആക്ടിന്റെ കീഴിൽ വരികയും ചെയ്യും. ഇത്തരത്തിലുള്ള കൂടുതൽ ലീഗൽ ഫാക്ട്സിനായിട്ട് പ്ലീസ് ടു ഫോളോ ദിസ് പേജ്. ബൈ ബൈ.